എല്ലാവർക്കും നമസ്കാരം. മായ സ്റ്റാറിലേക്ക് സ്വാഗതം. പുണർദം നക്ഷത്രക്കാർക്ക് ഉള്ള വിഷുഫലം, അതായത് സമ്പൂർണ്ണ വിഷുഫലമാണ് പറയുന്നത്. ഈ വരുന്ന ഒരു വർഷക്കാലം, ഈ ഒരു ഏപ്രിൽ 2025 മുതൽ 26 വരെയുള്ള ഒരു വർഷക്കാലത്തെ സമ്പൂർണ്ണ വിഷുഫലം എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പുണർന്ന നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ വിഷുഫലം 2025 മുതൽ 26 വരെയുള്ളതാണ് നമ്മളിപ്പോൾ പറയുന്നത്. King of Pentacles, 5 of Wands, 6 of Swords, 2 of Wands, 7 of Wands, 8 of Pentacles. പുണർന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ച് കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 7 ഓഫ് വോൺസ് എനർജിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജോലി സംബന്ധമായിട്ട് ഉയരങ്ങൾ കീഴടക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ഉയരത്തിലേക്ക് എത്താമെന്ന് പറയുന്നത് എളുപ്പമൊന്നും ആണെന്ന് പറയുന്നില്ല, ചലഞ്ചസ് ഉണ്ടാകും. പക്ഷേ ഇപ്പോഴത്തെ സമയം പറയുകയാണെങ്കിൽ എന്തൊക്കെ തടസ്സങ്ങൾ മുന്നിൽ വന്നാലും തടസ്സത്തെ അതിജീവിക്കാനുള്ളൊരു സാഹചര്യം വരുന്നുണ്ട്. അപ്പോൾ ഈ തടസ്സങ്ങൾ എന്ന് പറയുന്നത് മറ്റുള്ളവർ ഇപ്പോൾ പുറകിൽ നിന്ന് മറ്റുള്ളവർ നിങ്ങൾക്ക് പ്രൊമോഷന്, ഒരു ഉദാഹരണം പറയും, പ്രൊമോഷന് സാധ്യതകൾ കാര്യങ്ങളുണ്ട് മുന്നോട്ടേക്ക് പോകാൻ. പക്ഷേ നിങ്ങളെ ഒത്തിരി പേര് അല്ലെങ്കിൽ ഒരു വ്യക്തി ആയാലും മതി, ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ബോസ് ആയിരിക്കും, ആരെങ്കിലും നിങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇന്ന കുറ്റങ്ങൾ, കുറവുകൾ, അല്ലെങ്കിൽ ഇന്നൊരു രീതിയിൽ നിങ്ങൾ അതിന് അർഹരല്ല എന്നുള്ള രീതിയിലും വർഷം തികഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞിട്ട് പുറകോട്ടേക്ക് വലിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. എന്നിരുന്നാലും നമ്മൾ മനുഷ്യർ എത്ര ശ്രമിച്ചാലും ആ ഒരു പ്രപഞ്ചശക്തി തീരുമാനിച്ചത് അതിനനുസരിച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ ഏത് തരത്തിലുള്ള ആരോപണങ്ങളും ഉന്നയിച്ച് ഏത് രീതിയിൽ മുന്നോട്ടേക്ക് പോയാലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന ആ ഒരു നിങ്ങൾക്ക് അർഹതപ്പെട്ട നിങ്ങളുടെ ജോലിയിൽ നിന്ന് ലഭിക്കേണ്ടുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ അച്ചീവ്മെൻറ്റ്സും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വർഷമായിരിക്കും ഈ ഒരു വർഷം. അതേപോലെ തന്നെ വളരെയധികം എല്ലാ കാര്യങ്ങളും പക്വതയോടുകൂടി ചെയ്ത് തീർക്കുന്ന സമയമാണ്. അപ്പം പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിനെതിരെ പ്രതികരിക്കുക, അതായത് അഗ്രസീവായിട്ട് ദേഷ്യപ്പെടുക, അതുപോലെ ചെയ്യുന്നൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ വളരെ കാമായിട്ടിരിക്കുന്നതായിട്ട് ഉള്ളൊരു വ്യക്തിയാണ്. നിങ്ങൾ ഏതൊരു കാര്യത്തിനും നിങ്ങൾക്ക് ഹേറ്റേഴ്സ് ഉണ്ടാകുന്നുണ്ട് ചുറ്റുമുള്ളവർ, പക്ഷേ അവരെയൊക്കെ ഡിഫെൻഡ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നു എന്നുള്ളത്, നിങ്ങൾ എന്താണോ എന്നുള്ളത് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ പറ്റുന്നു. പക്ഷേ അത് നിങ്ങളൊരു ദേഷ്യത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ വാശിയായിട്ടോ ദേഷ്യമായിട്ടോ ഒന്നും ആരിലേക്കും പ്രകടിപ്പിക്കുന്നില്ല. വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ മറ്റുള്ളവർ പറയുമ്പോൾ, നിങ്ങൾക്കെതിരെ പരാതികൾ ഉന്നയിക്കുമ്പോൾ നിങ്ങൾ വളരെ കാമായിട്ട് നിന്നുകൊണ്ട് അതിൻ്റെ ആ ഒരു രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യുന്ന, വളരെ സ്മൂത്തായിട്ട് കൈകാര്യം ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ റിട്ടയർമെൻറ്റ് ഫേസിലേക്ക് നിൽക്കുന്നവരാണെങ്കിൽ കൂടിയും സാമ്പത്തികമായിട്ട് ഇപ്പോൾ റിട്ടയർ ആകാൻ പോകുന്നു, സാമ്പത്തികമായിട്ട് കുടുംബത്തിൽ ഇപ്പോഴും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എല്ലാത്തിലും ഒന്നും ആയിട്ടില്ലാത്തവരെ സംബന്ധിച്ച് റിട്ടയർ ആയതുകൊണ്ട് സാമ്പത്തികമായിട്ട് നേട്ടങ്ങളൊന്നും കുറയുന്നില്ല. പുതിയ അവസരങ്ങൾ ഇനിയും വരുന്നു എന്നുള്ളത് ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനിയിലോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ബിസിനസ്സിനുള്ള അവസരങ്ങളോ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അതേസമയം സാമ്പത്തികമായിട്ട് നല്ല നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്ന അവസരങ്ങളൊക്കെ റിട്ടയർമെൻറ്റ് ഫേസിലേക്ക് എത്തി നിൽക്കുന്നവരെ സംബന്ധിച്ച് കാണുന്നുണ്ട്. ഇപ്പോൾ അടുത്ത് തന്നെ റിട്ടയർ ആവും അല്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് റിട്ടയർ ആവും എന്ന് ചിന്തിക്കുന്നവർക്കും ഈ ഒരു വർഷം എന്തെങ്കിലും അവസരങ്ങളൊക്കെ വരുന്നുണ്ട് ബിസിനസ് സംബന്ധമായിട്ടൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ നോക്കി നിൽക്കാതെ അത് പ്രയോജനപ്പെടുത്തിയാൽ നെക്സ്റ്റ് അടുത്ത വർഷത്തേക്ക് പോകുമ്പോഴോ മുന്നോട്ടേക്കോ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ, ജോലി റിട്ടയർ ആയതിനു ശേഷം അതിലേക്ക് കടക്കാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 4 ഓഫ് വോൺസ് ആൻഡ് 2 ഓഫ് വോൺസ് എനർജി കണക്ഷനാണ്. ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് സൗഹൃദങ്ങൾ, നല്ല നല്ല സൗഹൃദങ്ങളുണ്ട്. നല്ല സൗഹൃദങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ പൊതുവേ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് നിങ്ങളുടെ സുഹൃത്തുക്കളും ഒക്കെ. സുഹൃത്തുക്കളും സൗഹൃദങ്ങളും ഒക്കെ നല്ലതാണ്. ഇവിടെ 5 ഓഫ് വോൺസ് ആൻഡ് 2 ഓഫ് വോൺസ് എനർജിയാണ്. ചില കൂട്ടുകെട്ടുകൾ നിങ്ങൾക്ക് ഇങ്ങനെ നല്ലതായിട്ട് കാണിക്കുന്നില്ല. അതായത് അവർ കോമ്പറ്റീഷൻ, നിങ്ങളെന്ന് പറയുന്ന വ്യക്തികളുടെ സുഹൃത്തുക്കൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവർക്ക് നിങ്ങളായിട്ടൊരു സൗഹൃദത്തെക്കാൾ കൂടുതൽ അവർക്ക് നിങ്ങളോടൊരു ചെറിയൊരു വൈരാഗ്യം ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങൾ ഉയരത്തിലേക്ക് പോകുന്നതോ അല്ലെങ്കിൽ പല കാര്യങ്ങൾ ഒരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളിൽ ശ്രദ്ധിക്കാം ആരാണ് എന്താണ് എന്നുള്ളത്. അതായത് നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കാനോ നിങ്ങളെ വലിച്ച് താഴെ ഇടാനോ ഉള്ള ആ ഒരു ചിന്തയിലേക്ക് പോകുന്ന ആളുകളുണ്ട്. സപ്പോർട്ട് ചെയ്യുന്ന ആളുകളില്ല എന്നുള്ളതല്ല, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുമുണ്ട്. പക്ഷേ
എന്താണ് ശ്രദ്ധിക്കേണ്ടിടത്തൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഉള്ളിലുള്ള കോമ്പറ്റീഷൻ ഭയങ്കരമാണ്. അപ്പോൾ അൺഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഹെൽത്തി ആയിട്ടുള്ളൊരു കോമ്പറ്റീഷനിൽ മുന്നോട്ടേക്ക് പോവാം. ഭയങ്കര അഗ്രസീവായിട്ടുള്ളൊരു എനർജിയുടെ ആവശ്യമില്ല. ഈ ലോകത്തിൽ എല്ലാവർക്കും അവസരങ്ങളുണ്ട് മുന്നേറാൻ വേണ്ടിയിട്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഒരു ഹെൽത്തി കോമ്പറ്റീഷനാണ് ഇവിടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്. അത് ഉപയോഗപ്പെടുത്തിയിട്ട് മുന്നിൽ വരുന്ന ചാലഞ്ചസിനെ അതിജീവിച്ച് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുക. മറ്റുള്ളവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ നല്ല ഇങ്ങോട്ടേക്ക് സപ്പോർട്ട് ചെയ്ത് പോവാം. അതോടൊപ്പം തന്നെ നല്ലൊരു എന്താ പറയുക, ഒരു അഡ്രിനാലിൻ അഗ്രഷൻ എനർജി ഉണ്ട്. അതായത് അത് ഏത് രീതിയിൽ നിങ്ങൾ എടുക്കുന്നു എന്നതിനനുസരിച്ചാണ്. അപ്പോൾ നിങ്ങളുടെ പേരിൽ ആരെങ്കിലും കുറ്റം ആരോപിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ മത്സരം ഉണ്ടാവും, ഭയങ്കര മത്സരബുദ്ധിയോട് കൂടി. മത്സരബുദ്ധി നല്ലതാണ്, പക്ഷെ അത് ഹെൽത്തി ആയിട്ടുള്ളതായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ മേഖലയിൽ നിങ്ങളൊന്ന്, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ ആ മേഖലയിലൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ്. സൗഹാർദ്ദപരമായിട്ട് മുന്നോട്ടേക്ക് പോവുക, പക്ഷേ അതേസമയം തന്നെ ശ്രദ്ധിക്കുക ആരെയാണ് ഒന്ന് ശ്രദ്ധിച്ച് വെക്കേണ്ട ചില ആളുകൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഓക്കെ. അതേപോലെ 5 of Wands and 8 of Pentacles എനർജിയാണ്. അപ്പം ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി അല്ലെങ്കിൽ 8 of Pentacles എനർജി കണക്ഷൻസ് വരുന്നത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നേട്ടങ്ങൾ ഉണ്ടാകുന്ന, അതായത് കരിയർ, സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന വർഷം തന്നെയാണ്. പക്ഷേ അതിന് വർക്ക് ചെയ്തുകൊണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങളെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും, അത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു പിന്നെ മടിയായിരിക്കും, പിന്നെ അതിൽ നിന്ന് നിങ്ങളുടെ ഇൻട്രസ്റ്റ് പോകും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോക്കസ് നഷ്ടപ്പെടും എന്നുള്ളത്. അപ്പോൾ ഈ ഫോക്കസ് നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. അതാണ് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആക്ഷൻ വേണം, ജോലിയിൽ സ്ഥിരമായിട്ട് ആ ഒരു ശ്രദ്ധയും കാര്യങ്ങളൊക്കെ അതിൽ വേണം എന്നുള്ളത്. അപ്പോൾ ചില സിറ്റുവേഷനിൽ നിങ്ങൾ ബ്ലോക്ക്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നതാണ്, ബ്ലോക്കായിട്ട്. അപ്പോൾ ഇത് ഒന്ന് മുന്നോട്ടേക്ക് പോകാൻ ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഈ ഇടയ്ക്കുള്ള ഈ ഒരു നിരാശയും കാര്യങ്ങളും നെഗറ്റിവിറ്റിയും മാറാനും, അതേപോലെ ലക്ഷ്യബോധം എന്നും മനസ്സിലുണ്ടായിരിക്കാനും ഹനുമാൻ സ്വാമിയെ ഭജിക്കാം. അപ്പോൾ മറ്റു മതത്തിൽപ്പെട്ടവരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദൈവത്തെ മനസ്സിൽ ധ്യാനിക്കുക. മെഡിറ്റേഷൻ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു കാര്യമായിരിക്കും. അതേപോലെ സേക്രൽ ചക്ര ബാലൻസ് ചെയ്യുന്ന മെഡിറ്റേഷൻ ചാനലിൽ ചെയ്തിട്ടുണ്ട്, അത് നോക്കാവുന്നതാണ്. ഓക്കെ. സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഒരിക്കൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പഠിച്ചു, അത് പഠിച്ചു കഴിഞ്ഞ് വീണ്ടും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ മുന്നോട്ടേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അതേപോലെ 6 of Wands and 7 of Wands എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ 6 of Wands എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്, നിങ്ങളുടെ ഒരു അതായത് വിദേശത്തേക്ക് പോകാനായിട്ട് കുറച്ചധികം നാളായിട്ട് ശ്രമിക്കുന്നു അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു. ഇവിടെ ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങളിപ്പോൾ ഒരു 40-45 വയസ്സിൽ നിൽക്കുന്നൊരു വ്യക്തിയാണ്. നിങ്ങൾ ചെറുപ്പത്തിൽ 10-20 വയസ്സിലൊക്കെ ശ്രമിച്ചിട്ടുണ്ട് വിദേശത്ത് പോകാൻ, അല്ലെങ്കിൽ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് പല പല കാരണങ്ങൾ കൊണ്ടിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റിയില്ല. ചില ആളുകൾ ചിലപ്പോൾ ശ്രമിച്ചിട്ടുണ്ടാവാം, ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയിട്ടും നിന്ന് ശ്രമിച്ചിട്ടുണ്ട്, അപ്പോഴൊന്നും നടക്കാത്ത കാര്യങ്ങൾ ഇനി നടക്കാൻ ചാൻസ് ഉള്ള സമയമാണ്. അപ്പോൾ ഈവൻ 40 years കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ കൂടിയും സാധ്യതകൾ ഏറി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അതിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നു എന്നുള്ളതാണ്. 6 of Swords എനർജി ആൻഡ് 7 of Wands എനർജിയാണ്. അപ്പോൾ മൂവിങ് ബിയോണ്ട്, നിങ്ങൾ വിചാരിച്ചതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഒരു പേഴ്സണൽ എവല്യൂഷൻ്റെ ഒരു വർഷമായിരിക്കും ഈ ഒരു വർഷം. ഒരു സ്പിരിച്വൽ ജേർണി ലൈഫിൽ മുന്നോട്ടേക്ക് പോകാൻ നിങ്ങൾക്കൊരു സ്പിരിച്വലി കണക്റ്റഡ് ആവാൻ പറ്റുന്നു എന്നുള്ളതും വളരെ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ഒരു ജെൻറ്റിൽ സപ്പോർട്ട് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് എന്നുള്ള രീതിയിൽ പറയാം. പക്ഷേ ഒരു പരിധി വരെയുള്ള ആളുകൾക്ക് ഒരു ജെൻറ്റിൽ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക്, കാരണം നിങ്ങൾ സ്ട്രോങ് ആണ്, അതുകൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ സ്വയം ചെയ്തു തീർക്കാനും ചെയ്യാനുമുള്ള ഒരു ധൈര്യം, കാമായിട്ട് നിന്ന് അഗ്രസീവ് ആവാതെ ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ ഒത്തിരി ജോലി ഉള്ളതാണ്, ഒത്തിരി കാര്യങ്ങൾ നോക്കി നടത്തേണ്ടവരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് എല്ലാ കാര്യങ്ങളോടൊപ്പം തന്നെ നിങ്ങളുടെ കാര്യത്തിനും ശ്രദ്ധ കൊടുക്കുക, സെൽഫ് കെയർ എടുക്കുക, കുറച്ച് സമയം നിങ്ങൾക്കായിട്ട് മാറ്റിവെക്കുക. അത് വീട്ടമ്മമാർക്ക് കൂടുതൽ സ്ട്രോങ് ആയിട്ട് പറയുന്നു എന്നുള്ളൂ, മറ്റുള്ളവർക്കും ഇത് തന്നെയാണ്. സെൽഫ് കെയർ, അതായത് ഇപ്പോൾ ജോലി മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അച്ചീവ് ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ അതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ശരീരവും മനസ്സും ഫിസിക്കൽ ആൻഡ് മെൻ്റൽ വെൽബീയിങ്ങിന് വേണ്ട കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കാം.
നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, സെൽഫ് കെയർ എടുക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ട് കാണിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.